എന്നിട്ട് ഇയാളുടെ തിരുത്തിന്റെ ബാക്കി ഭാഗം നമുക്ക് നോക്കാം. നിങ്ങൾക്ക് സ്വർഗ സ്ത്രീകളെ പരിചയപ്പെടുത്തുന്നിടത്ത് സൂറത്തു റഹ്മാനിൽ തന്നെ 56-ാമത്തെ ആയത്തിൽ 2 തവണ ലം യത്മിസുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. കണ്ടോ, മനുഷ്യൻ സ്പർശിച്ചിട്ടില്ല, ജിന്നും സ്പർശിച്ചിട്ടില്ല. മനുഷ്യന് കൊടുക്കുന്ന ഇണകളെ പറ്റിയാ പറയുന്നത്. മനുഷ്യർക്ക് വേണ്ടി മനുഷ്യരിൽ നിന്ന് അള്ളാഹു സ്വർഗത്തിൽ സൃഷ്ടിച്ച സ്ത്രീകളെ പറ്റിയാ പറയുന്നത്. മനുഷ്യരും അവരുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ല, ജിന്നുകളും ഏർപ്പെട്ടിട്ടില്ല. എൻ്റെ ജിന്നുകൾ ഏർപ്പെട്ടിട്ടില്ല എന്ന് പ്രത്യേകം പറയേണ്ടത്, ഒരിക്കലും ഏർപ്പെടില്ലെങ്കിൽ അത് പറയേണ്ട കാര്യമുണ്ടോ? സാധ്യതയുണ്ട്. അത് എങ്ങനെ ഏർപ്പെടും? അതാ, നിങ്ങൾ അള്ളാഹിൻ്റെ നാമം മറന്നുകൊണ്ട് പോയാൽ നിങ്ങളെ കൂടെ വരും. ഏതെങ്കിലും നിലക്ക് സ്വർഗ സ്ത്രീകളുമായി ജിന്നുകൾ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ല. അതിൽ നിന്ന് വീഴ്ചയിൽ ഏർപ്പെടാനുണ്ട് എന്നല്ലേ സാധ്യത മനസ്സിലാകുന്നത്? ഏർപ്പെടൂല എന്നുള്ളതിന് മൗലവിമാർ തെളിവുണ്ടട്ടെ, പോസ്റ്ററുകാർ. അപ്പോൾ ബാക്കി പറയാം. ഏർപ്പെടുന്നുള്ളതിന് സൂചന ഞാൻ ആവശ്യത്തിലേറെ തന്നു കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ ഇനിയും തരാം. പക്ഷേ ഇതില്ല എന്നുള്ളതിന് എന്തെങ്കിലും ഒന്ന് സ്വഹീഹ് ആയിരിക്കണം. ഏതെങ്കിലും മൗലവി സ്വന്തം ബുദ്ധിയിൽ നിന്ന് എഴുതി വെച്ചിട്ട് എനിക്കിങ്ങനെ തോന്നുന്നു എന്ന് എഴുതി അത് പ്രമാണമാവില്ല എന്നേ എനിക്ക് പറയാനുള്ളൂ. മറ്റൊരു പോസ്റ്ററും വലിയ ഒലക്കമുക്കിയ എഴുത്തും മാത്രമേ ഉള്ളൂ, അല്ലാതെ തെളിവില്ല. നമ്മളിവിടെ തെളിവാണ് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇതിന് വിരുദ്ധമായി ജിന്നുകൾ ശൈത്വാനിൽ നിന്ന് ശരണം തേടാത്ത ലൈംഗിക വീഴ്ചയിൽ പങ്കെടുക്കുകയില്ല എന്നുള്ളതിന് ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസിന് വിരുദ്ധമായി വചനമുണ്ടെങ്കിൽ കാണട്ടെ. ഇങ്ങോട്ടാണ് നമ്മുടെ ഹദീസ് ചോദിക്കുന്നത്, നമ്മളോട് അങ്ങോട്ട് ചോദിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ഹദീസിൽ നമ്മൾ തന്നിരിക്കുന്നു, ഖുർആനും സുന്നത്തും ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് കാണാം 18-ാമത്തെ സൂറത്തിലെ 50-ാമത്തെ ആയത്ത്. അഫ തത്തഖിദൂനഹു ദുർരിയതഹു ഔലിയാ മിൻ ദൂനി. എന്നെ കൂടാതെ ഔലിയാക്കന്മാരെ, അവനെയും അവന്റെ മക്കളെയും നിങ്ങൾ ഔലിയാക്കളായി സ്വീകരിക്കുകയാണോ? ഷെയ്ത്താനും ഷെയ്ത്താന്റെ മക്കളും. അപ്പൊ ജിന്നുകൾക്ക് ജിന്നുകളിലും മക്കളുണ്ടാകും, ജിന്നുകൾക്ക് മനുഷ്യരിലും മക്കളുണ്ടാകും. അപ്പൊ ഈ നടന്നു വരുന്ന മനുഷ്യനാരാ? ഈ ക്ലാസ് എടുക്കുന്ന മൗലവി ഏതാ? ചോദ്യമാണ്. ഇയാൾ ഏതെങ്കിലും ജിന്നിന്റെ മോനാണെങ്കിലോ അള്ളാഹു അല്ലാതെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇയാൾ ഏതെങ്കിലും ജിന്നിന്റെ മോനാണെങ്കിലോ അള്ളാഹു അല്ലാതെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇയാൾ ഏതെങ്കിലും ജിന്നിന്റെ മോനാണെങ്കിലോ അള്ളാഹു അല്ലാതെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ സമയത്ത് പിശാചിൽ നിന്ന് അവൻ ശരണം തേടുന്നില്ലെങ്കിൽ ഏർപ്പാടിൽ ശൈത്താൻ കൂടി പങ്കാളിയാകും. ജിന്നും മനുഷ്യനും തമ്മിൽ വിവാഹം നടക്കുമോ? അതിപ്പോ കാര്യമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണോ അല്ലയോ എന്നതിലുപരി നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഭവം നടക്കുക എന്നുള്ളത് ഖുർആനിനോ സുന്നത്തിനോ പ്രകൃതിക്കോ എതിരല്ല. അതിനെ എതിർക്കുന്ന ഒന്നും പ്രാമാണികമായി കടന്നു വന്നിട്ടില്ല. ഇതാണ് വിഷയത്തിന്റെ ഒരു ഭാഗം. വളരെ പ്രധാനപ്പെട്ട സംഗതി, ഈ ദുനിയാവിൽ ഭാര്യാഭർത്തൃബന്ധം നിർവഹിക്കുന്നവരിൽ ആ സമയത്ത് പ്രാർത്ഥിക്കണമെന്നും ബിസ്മി ചൊല്ലണമെന്നും ഒക്കെ പഠിപ്പിക്കപ്പെട്ടത് മുസ്ലിങ്ങൾ മാത്രമാണ്. അവരിൽ തന്നെ ഒരു ന്യൂനപക്ഷം മാത്രമാണ് അതൊക്കെ കൃത്യമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവർ. ഇയാൾ പറഞ്ഞതോ, ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ സമയത്ത് ഈ പ്രാർത്ഥനകൾ ഉച്ചരിച്ചില്ലെങ്കിൽ, ബിസ്മി ചൊല്ലിയില്ലെങ്കിൽ അവിടെ ഇടപെടുന്നത് പിശാചായിരിക്കും, ജിന്നായിരിക്കും. ആ പെണ്ണ് പ്രസവിക്കേണ്ടി വരുന്നത് ജിന്നിന്റെ മകനെയായിരിക്കും, മകളെയായിരിക്കും. എന്താണ് ഈ പറഞ്ഞത്? ഇപ്പൊ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കോടാനുകോടി മനുഷ്യന്മാര് ഏതൊക്കെയോ ശൈത്താന്മാരെ മക്കളാണ്. അത് അവനെ കുറിച്ച് പറഞ്ഞോളെ, നമ്മൾ നിഷേധിക്കുന്നില്ല. സ്വന്തം ടീമിനെ കുറിച്ച് പറഞ്ഞോളൂ, നിഷേധിക്കുന്നില്ല. സ്വന്തം സംഘടനയെ കുറിച്ച് പറഞ്ഞോളൂ, നിഷേധിക്കുന്നില്ല. എന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും പിശാചുക്കളുടെ മക്കളായി ചിത്രീകരിക്കുവാൻ മാത്രമുള്ള ധൈര്യം അത് ഈ വിഭാഗത്തിന് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നതിന്റെ തെളിവാണ് ശംസുദ്ദീന്റെ സംസാരം. ഇതിനു വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? ഖുർആനിലെ 2 ആയത്തുകൾ അദ്ദേഹം വ്യാഖ്യാനിച്ചു. ഒന്ന്, ലം യത്മിസ്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ, സൂറത്ത് റഹ്മാനിലെ ആയത്ത്. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക്, അത് ജിന്നാണെങ്കിലും മനുഷ്യരാണെങ്കിലും, അവർക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന ഇണകളെ കുറിച്ച് സംസാരിച്ചു ഖുർആൻ. സ്വർഗത്തിൽ ലഭിക്കുന്ന ഇണകളെ അതിനു മുമ്പ് മനുഷ്യരോ ജിന്നുകളോ സ്പർശിച്ചിട്ടില്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. എന്നാൽ ഇതാരെക്കുറിച്ചാ? സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മനുഷ്യർക്ക് ലഭിക്കുന്ന ഇണകളെ അതിനു മുമ്പ് ഒരു മനുഷ്യനും സ്പർശിച്ചിട്ടില്ല. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ജിന്നുകൾക്ക് ലഭിക്കുന്ന ഇണകളെ അതിനു മുമ്പ് ഒരു ജിന്നും സ്പർശിച്ചിട്ടില്ല. അതാ ഖുർആനിൽ പറഞ്ഞത്. എന്തുകൊണ്ട്? ആ സൂറത്തിൽ അഭിസംബോധനയും അതിലെ നിർദ്ദേശങ്ങളും ജിന്നുവർഗത്തോടും മനുഷ്യവർഗത്തോടും ഒരുമിച്ചാണ്. അതുകൊണ്ട് തന്നെ പടച്ചോൻ പറയാണ്, ജിന്നുവർഗമേ, നിങ്ങൾ നല്ലവരായി ജീവിച്ചാൽ പരലോകത്ത് നിങ്ങൾക്ക് സ്വർഗമുണ്ട്. ആ സ്വർഗത്തിൽ നിങ്ങൾക്ക് പരിശുദ്ധരായ ഇണകളുണ്ട്. മനുഷ്യവർഗമേ, നിങ്ങൾ നല്ലവരായി ജീവിച്ചാൽ പരലോകത്ത് നിങ്ങൾക്ക് സ്വർഗമുണ്ട്. ആ സ്വർഗത്തിൽ നിങ്ങൾക്ക്
പരിശുദ്ധരായ ഇണകളുണ്ട്. ഇതാണ് ഖുർആൻ പറഞ്ഞത്. ഇയാൾ എന്ത് ചെയ്തു? ഇതിനെ രണ്ടിനെയും ഒരുമിച്ച് വായിച്ചു, ഒരുമിച്ച് വ്യാഖ്യാനിച്ചു. ഇതിന് തെളിവായി ചില പണ്ഡിതന്മാരുടെ ഉദ്ധരണികളും ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്തരം സന്ദർഭങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഏതെങ്കിലുമൊക്കെ പണ്ഡിതന്മാർ ഒരു വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ അതുതന്നെയാകുന്ന വേദവാക്യമെന്ന് ആലോചിക്കാൻ ശ്രമിച്ചാൽ പ്രവാചകന്മാരെ കുറിച്ച് വളരെ മോശമായി എഴുതിയിരിക്കുന്ന വാചകങ്ങളെ വേദവാക്യമായി നമ്മൾ സമ്മതിക്കേണ്ടി വരും. ചില ആയത്തുകളുടെ വ്യാഖ്യാനങ്ങളിൽ ചില മഹാന്മാർ എന്നറിയപ്പെടുന്ന പണ്ഡിതന്മാർ കൊടുത്തിരിക്കുന്ന സംഗതികൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സുലൈഖ അപകീർത്തിപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന സംഭവം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ചില മുഫസ്സിറുകൾ കൊടുത്തത് സുലൈഖ ഇങ്ങോട്ട് ശ്രമിക്കുക മാത്രമല്ല, യൂസുഫ് അങ്ങോട്ടും ശ്രമിച്ചിരുന്നു. ഒരു പ്രവാചകനെ ഇകഴ്ത്തുന്ന വാചകം അത് കുറച്ചുകൂടി വിശദമായി ഈ സ്ത്രീകൾ കൂടി ഇരിക്കുന്ന സ്ഥലത്ത് പറയാൻ പറ്റില്ല, അത്ര വിശദമായി കൊടുത്തിട്ടുണ്ടായിരുന്നു. അംഗീകരിക്കാൻ പറ്റുമോ? മുഫസ്സിറുകൾ പറഞ്ഞാന്നുള്ളതുണ്ട്, പണ്ഡിതൻ പറഞ്ഞാന്നുള്ളതുണ്ട്, മഹാന്മാർ പറഞ്ഞാന്നുള്ളതുണ്ട്. ആ പറഞ്ഞിരിക്കുന്ന മഹാൻ എത്ര മഹാനാണെങ്കിലും അപ്പറഞ്ഞത് മഹാ അബദ്ധമാകുന്നു എന്ന് പറയാൻ ആരുടെയും മഹത്വം അതിന് തടസ്സമല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെ മനസ്സിൽ പ്രേമിച്ചിരുന്നു എന്ന് എഴുതിയത് മുഫസ്സിറുകളാണ്. ആ പറഞ്ഞ മുഫസ്സിർ എത്ര വലിയ മഹാനാണെങ്കിലും അപ്പറഞ്ഞത് മഹാ അബദ്ധമാകുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. സുലൈമാൻ നബിയെയോ ദാവൂദ് നബിയെയോ കുറിച്ച് എഴുതിയിരിക്കുന്ന പരാമർശം എന്താ? 9 ഭാര്യമാരുണ്ടായിരുന്നു, പിന്നെയും കല്യാണം കഴിക്കുന്ന ബുദ്ധി. അങ്ങനെയാണ് ഒരു സുന്ദരിയായ പെണ്ണിനെ കണ്ടു നോക്കുമ്പോ ഭർത്തൃമതിയാണ്. അപ്പൊ ഈ പ്രവാചകൻ എന്ത് ചെയ്തു? ആ പെണ്ണിന്റെ ഭർത്താവിനെ യുദ്ധത്തിന് പറഞ്ഞയച്ചു. അവിടെ കൊല്ലപ്പെട്ടാൽ ഇവിടെ വിവാഹം കഴിക്കാമെന്ന് എഴുതിച്ചു. അങ്ങനെ അയാൾ അവിടെ കൊല്ലപ്പെട്ടു, ഇവിടെ വിവാഹം കഴിച്ചു. ഇത് എഴുതിയിരിക്കുന്ന തഫ്സീറുകളുണ്ട്, പ്രവാചകന്മാരെ ഇകഴ്ത്തുന്ന. പിന്നെ ശാസ്ത്ര സത്യങ്ങളെ തള്ളിക്കളയുന്ന തഫ്സീറുകളുണ്ട്, ഇല്ലേ? ഭൂമി ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പോലെ ഉരുണ്ടിട്ടല്ല, അത് പരന്നിട്ടാണ് എന്ന് എഴുതിയ. വെള്ളത്തിലൊരു മത്സ്യത്തിന്റെ മുകളിൽ ഒരു കാളയുടെ കൊമ്പത്താണ് ഭൂമി, ഒരു കൊമ്പിൽ നിന്ന് അടുത്ത കൊമ്പിലേക്ക് മാറ്റുമ്പോഴാണ് ഭൂമി കുലുക്കമുണ്ടാകുന്നത് എന്ന് എഴുതി വെച്ച തഫ്സീറുകളുണ്ട്. സ്വർഗത്തിലെ ഒരു മരത്തിൽ നിന്ന് പഴം വീഴുമ്പോഴാണ് മഴ പെയ്യുന്നത് എന്നും, മലക്കുകൾ ചാട്ടവാറുകൊണ്ട് മേഘത്തെ തെളിക്കുമ്പോഴാണ് ഇടിമിന്നൽ ഉണ്ടാകുന്നത് എന്നും ഇടിവെട്ടുന്നത് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന തഫ്സീറുകളുണ്ട്. ഇത് മഹാന്മാരെ എഴുതിയതാണ് എന്നതുകൊണ്ട് മാത്രം അംഗീകരിക്കേണ്ടതുണ്ടോ? അതല്ല. എത്ര വലിയ മഹാന്മാരാണെങ്കിലും പ്രവാചകന്മാരില്ലെന്നിരിക്കെ അവർക്ക് സുബദ്ധങ്ങളെ പോലെ അബദ്ധങ്ങളും ഉണ്ടാകും എന്ന് കരുതി അബദ്ധങ്ങളെ തള്ളിക്കളഞ്ഞ് സുബദ്ധങ്ങൾ സ്വീകരിക്കണോ? ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിലും അതേ മനസ്സിലാക്കേണ്ടതുള്ളൂ. വേറെ ആയത്തെന്താ പറഞ്ഞത്? ശുദ്ധ കളവ്. എന്താ? ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിലെ ആയത്ത്, അഫതത്തഖൂനഹു വദുരിയതഹു ഔലിയാ മിൻ ദൂനി. അല്ലാഹു പുറമെ ശൈത്താനെയും അവന്റെ മക്കളെയും നിങ്ങൾ ഔലിയാക്കന്മാരായി സ്വീകരിക്കുന്നുവോ? അതിൽ ഇയാൾ എന്ത് ചെയ്തു? ശൈത്താനും ശൈത്താന്റെ മക്കളും. അടുത്ത വാചകം മൂപ്പരവാകയാണ്. അതെന്താ? ജിന്നിലും കുട്ടികളുണ്ടാകും, ജിന്നിനും മനുഷ്യരിലും കുട്ടികളുണ്ടാകും. ഞാൻ നിങ്ങളെ മുബാഹലേക്ക് വിളിക്കുന്നു. ഈ ഒരു വിഷയം ലോകത്ത് ഏതൊരു തഫ്സീറിലുള്ളത്? എവിടെയാണുള്ളത്? ആരാണ് ഈ വ്യാഖ്യാനം കൊടുത്തത്? ശംസുദ്ദീൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന് സ്വന്തമായി പഠിപ്പിച്ചിരിക്കുന്ന ഒരു വ്യാഖ്യാനമാണിത്. ജിന്നിനും കുട്ടികളുണ്ടാകും, ജിന്നിന് മനുഷ്യരിലും കുട്ടികളുണ്ടാകും. തീർന്നില്ല. അദ്ദേഹത്തെ കുറിച്ച് എന്താ സംശയം? എന്താ ഇത് പ്രസംഗിക്കുന്ന ശംസുദ്ദീൻ മനുഷ്യന്റെ കുട്ടിയാണോ ജിന്നിന്റെ കുട്ടിയാണോ? ആണോന്നാ അല്ലാന്ന് പറഞ്ഞില്ല. പിന്നെന്താ അല്ല കാക്കട്ടെ എന്ന് പറഞ്ഞു? ഉറപ്പില്ല. അവനാന്റെ വാപ്പാൻ അവനാണ് നിഷേധിക്കുക. പക്ഷേ ഇത് നാട്ടുകാരുടെ പേരിൽ കിട്ടിയൊക്കെ മാത്രം നമുക്ക് പറയാനുള്ളത്. ഖുർആനിലെ ആയത്തുകൊണ്ടായി കളിച്ചത്. പിന്നെ ഇയാൾ വന്നിട്ട് എങ്ങോട്ടെത്തി? ജിന്നും മനുഷ്യനും തമ്മിൽ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഖുർആനോ ഹദീസോ പ്രകൃതിയോ എതിരല്ല. അല്ലാഹു ഖുർആനിൽ പറഞ്ഞെന്താ? വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ. അല്ലാഹു പറയാ അവന്റെ ദൃഷ്ടാന്തങ്ങളപ്പെട്ടതാണ് നിങ്ങൾക്കുള്ള ഇണകളെ നിങ്ങളിൽ നിന്ന് നൽകിയത് എന്ന്. മനുഷ്യന്മാർക്കുള്ള ഇണകളെ മനുഷ്യന്മാരിൽ നിന്നാണ് നൽകിയെന്ന് അല്ലാഹു പറഞ്ഞത്. എന്തിന്? ലിതസ്കുനു ഇലൈഹാ. വിവാഹ ജീവിതത്തിൽ ആ ഇണയിലൂടെ സമാധാനം കണ്ടെത്താൻ. സമാധാനത്തിനാണ് വിവാഹം കഴിക്കുന്നത്. എന്നാ ഇവരെ വിവാഹം എന്തായിരിക്കും അവസ്ഥ? കല്യാണം കഴിഞ്ഞു, എന്താ ജിന്നും മനുഷ്യനും തമ്മിലാണ് വിവാഹം നടക്കും നമ്മൾ വിചാരിക്കുക.
അതിന് വല്ല പ്രത്യേക എക്സിബിഷൻ എവിടെയെങ്കിലും ഉണ്ടാവുന്നില്ല, ഇന്റർനാഷണൽ എക്സിബിഷൻ ആണ് അതിന്. ഇഷ്ടം പോലെ കാണികൾ ഉണ്ടാവും. ഒരുപാട് മത്തങ്ങയും പിന്നെ കൊടവും ഒലക്കൊന്നും കൊണ്ടുവെക്കേണ്ടതില്ല. ജിന്നും മനുഷ്യനും തമ്മിൽ വിവാഹം നടക്കുന്ന ഒരൊറ്റ രംഗം ചിത്രീകരിക്കുന്ന ഒരു എക്സിബിഷൻ, അതിന് ഇന്റർനാഷണൽ തലത്തിൽ പരസ്യം കിട്ടും, ആളുകൾ തടിച്ചുകൂടും, കാണാനുണ്ടാവും. പക്ഷെ എത്ര തടിച്ചു കൂടിയാലും കൂടി തടിച്ചാലും ജിന്നിനെ കാണാൻ കഴിയില്ല. ആ പദത്തിന്റെ അർത്ഥം തന്നെ കാണാൻ കഴിയാത്തതെന്ന. ജിന്നി എന്ന് പറഞ്ഞാൽ തന്നെ മറിഞ്ഞാ പിന്നെ എങ്ങനെ കാണുക? എന്നിട്ട് ഇയാൾ പറയുന്നെന്താ? ജിന്നും മനുഷ്യനും തമ്മിൽ വിവാഹം നടക്കും. അങ്ങനെ നടക്കുമെന്ന് സങ്കല്പിക്കുക. നടന്നുള്ള അവസ്ഥ എന്താ? വൈകുന്നേരമായി, രാത്രിയായി, പയ്യനിങ്ങനെ നോക്കുക പെണ്ണിനെ, എവിടെ കാണുന്നില്ല, തെരഞ്ഞു നോക്കിയിട്ട് കാണുന്നില്ല. എന്നാ ജിന്നാണ് പോലും. എന്തു സമാധാന ചങ്ങന്മാരെ വിവാഹ ജീവിതത്തിൽ ലഭിക്കുക? മാത്രമല്ല ഇവരുടെ വേറെ വാദഗതി എന്താ? മനുഷ്യന്റെ ശരീരത്തിലേക്ക് ജിന്നങ്ങ് കയറിക്കൂടും, എന്നിട്ട് അവന് കോലം മാറും. ജിന്നു തന്നെ മനുഷ്യ രൂപത്തിൽ വരും. അത് വിദേശത്തുള്ളവരുടെ രൂപത്തിൽ വരും, സ്വദേശത്തുള്ളവരുടെ രൂപത്തിൽ വരും, അതുപോലെ ജീവിച്ചിരിക്കുന്നവരുടെ രൂപത്തിൽ വരും, മരിച്ചവരുടെ രൂപത്തിൽ വരും, അന്യരുടെ രൂപത്തിൽ വരും, ബന്ധുക്കളുടെ രൂപത്തിൽ വരും. എങ്ങനെയാണ് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സമാധാനം ഉണ്ടാവുക? ശംസുദ്ദീൻ വീട്ടിലേക്ക് ചെല്ലുമ്പോ ഭാര്യക്ക് ചെറിയൊരു പ്രയാസം. അല്ല, ഇത് രാവിലെ പോയ ആൾ തന്നെയാണോ? അതോ ആ കോലത്തിലോ ജിന്ന് വന്നതാണോ? ശംസുദ്ദീൻ വീട്ടിലേക്ക് ചെല്ലുമ്പോ വേറെ ശംസുദ്ദീൻ ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്. അതെന്താ? അത് ഒന്ന് ജിന്ന് ഒന്ന് ഇനിസി, ഏതാ തിരിയില്ല. പെണ്ണുങ്ങൾ കുടുങ്ങിയോ? ഭർത്താക്കന്മാർ ഗൾഫിലുള്ള സ്ത്രീകൾ എന്തു ചെയ്യും? മൂപ്പര് 2 കൊല്ലം കഴിഞ്ഞ് വരുമ്പോ ഇവരുടെ ഒരു കുട്ടിയെ ഒക്കെ തട്ടി ഇങ്ങനെ നിൽക്കുന്നു. എന്താ സംഭവം? നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴതാണ്. പമ്പെന്നോ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടില്ലല്ലോ, ഞാൻ പോയിട്ട് 2-3 വർഷം കഴിഞ്ഞില്ലേ. സമ്മതിക്കൂല. നിങ്ങൾ 1 കൊല്ലം മുമ്പ് ഇവിടെ വന്ന് ആണ് പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല. ഏത് വേണ്ടാത്തരങ്ങൾക്കും ഏത് ജിന്നുമ്മമാർക്കും ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഒരു ടീം. എന്താണ് അവസ്ഥ? അങ്ങനെ കാര്യങ്ങൾ പോകുന്നത്. എന്ത് സമാധാനം കിട്ടുക? കുടുംബജീവിതത്തിൽ അല്ല പറഞ്ഞില്ലേ തസ്കുനു ഇലൈഹ, കുടുംബജീവിതത്തിൽ സമാധാനം കിട്ടാനാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നുള്ള ഇണകൾ നൽകിയത്. അപ്പോ എന്താണ് ഖുർആൻ, എന്താണ് ഹദീസ്? നിങ്ങൾ പഠിച്ച ഖുർആൻ ഏതാണ്? നിങ്ങൾ പഠിച്ച ഹദീസ് ഏതാണ്? ഞാൻ പറഞ്ഞു വന്നത് തിരുത്തിനെ കുറിച്ചാണ്. ഒന്നാമത്തെ തിരുത്ത് ഇതാണ്. ഒന്നാമത്തെ തിരുത്താണത്. ഇനിയോ അടുത്ത തിരുത്ത് പിന്നെ വന്ന ഏതാ? എടവണ്ണ ജമീല ടീച്ചറുടെ പേരിൽ ഒരു തിരുത്ത്. അവരുടേതല്ല എന്ന് അവർ മനസ്സിലാക്കി തന്നു. എങ്ങനെ? എല്ലാ തിരുത്തുകൾക്കും ശേഷം കേരളത്തിൽ എവിടെയും അവർക്ക് പ്രസംഗിക്കാൻ അവസരം കൊടുക്കാത്തത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല. കർണാടക സ്റ്റേറ്റിലെ മംഗലാപുരത്ത് നടത്തിയിരിക്കുന്ന പ്രഭാഷണത്തിലൂടെ അവരെന്ത് ചെയ്തു? ഈ വിഷയം ഒന്നുകൂടി കൃത്യമായി സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്നു. ഇവരുടെ ഈ തട്ടിപ്പുകളെ, വേണ്ടാത്തരങ്ങളെ. അപ്പോ ജമീല ടീച്ചറുടെ പേരിൽ കൊടുത്തിരിക്കുന്ന തിരുത്ത്, ആ തിരുത്തിനും വിഷയമില്ല. ആ തിരുത്ത്